സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. പ്രീച്ച് ദ ഗോസ്പൽ ആൻഡ് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുവിശേഷം പ്രസംഗിക്കുക അത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. എന്നാൽ സുവിശേഷം പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി വേണം. അവിടെയാണ് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ആ കാഠിന്യം മനസ്സിലാകുക. വെറുതെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. സ്വയം ചോദിക്കണം, ഇത് പ്രസംഗിക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇതുകൊണ്ടാണ് അനേകം പേർ പ്രബോധകരാകാൻ തുനിയരുത് എന്ന് പറയാൻ കാരണം. കാരണം ഇതിന്മേലൊരു വിജയം അത്യാവശ്യമാണ്. വീണു പോയാലെന്നല്ല, തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷെ തെറ്റുകൾ സംഭവിക്കുമ്പോഴും മറ്റാരുടെയും കൈകളിലേക്ക് കുറ്റം കൊടുക്കാതെ തെറ്റിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുമ്പോഴാണ് അതിന് അനുഗ്രഹമായി മാറുക. അപ്പോഴാണ് ദൈവസന്നിധിയിൽ നിനക്ക് മാപ്പിരക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോഴാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. അപ്പോഴാണ് തിരക്തത്താൽ നീ കഴുകപ്പെടുന്നത്. നിനക്ക് ഉണർവോടെ ഉന്മേഷത്തോടെ വീണ്ടും ശക്തിയായ സുവിശേഷകയായി മാറാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൈവസാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.